ഏതായാലും ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി അല്പസമയത്തിനകം വിധി പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇലക്ട്രോണിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നും അതിനാൽ ദൃശ്യം കോടതി കാണണമെന്നും പ്രതിഭാഗം വാദിക്കുകയായിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ അത് അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. പരാതിക്ക് അടിസ്ഥാനമായ പരിപാടിയുടെ മുഴുവൻ ദൃശ്യങ്ങളും ജാങ്കോ സ്പേസ് യൂട്യൂബ് ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും മോശമായ കാര്യം കാണാൻ പറ്റില്ലെന്നും വീഡിയോ അപ്ലോഡ് ചെയ്ത് യൂട്യൂബ് ചാനലിനെതിരായാണ് നടപടി വേണ്ടതും എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. സൈഫുന്നീസ അലിയാരുടെ വിശദാംശങ്ങളുമായി. സൈഫുന്നീസ, ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കോടതി കാണുന്നുണ്ടോ? ചേംബറിൽ ഉൾപ്പെടെ കാണാനുള്ള ശ്രമമുണ്ടോ? ഏത് രീതിയിലായിരിക്കും വിധി പ്രസ്താവം എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. വിനീത, ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ അല്പസമയത്തിനകം തന്നെ കോടതി വിധി പറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 വിധി പ്രസ്താവിക്കുക. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. വാദപ്രതിവാദങ്ങൾ നടന്നിട്ട് 1 മണിയോടുകൂടി എടുത്ത കേസിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ്. ഒരു മണിക്കൂറോളം നീളുന്ന വാദപ്രതിവാദങ്ങളാണ് കോടതി മുറിക്കുള്ളിൽ നടന്നത്. ആദ്യം തന്നെ ബോബി ചെമ്മണ്ണൂരിനോട് ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ് കോടതി ചോദിച്ചറിഞ്ഞത്. അത് പോലീസിനെതിരെ അടക്കം പരാതിയില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതോടുകൂടിയാണ് പ്രതിഭാഗം തന്റെ കക്ഷി തെറ്റുകാരനല്ല എന്നും ഇപ്പോഴുള്ള കേസ് കെട്ടിച്ചമച്ചതാണ് എന്നടക്കമുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. അതിൽ പ്രധാനമായും ഉന്നയിച്ചത് ഈ പരിപാടിയുടെ, അതായത് ഈ പരാതിയിൽ പറയുന്ന ദിവസത്തെ വീഡിയോ നൽകാൻ തയ്യാറാണ് എന്നായിരുന്നു. പക്ഷെ അത് ഈ ഘട്ടത്തിൽ അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷനും ഇപ്പോൾ കാണേണ്ടതില്ല എന്ന് മജിസ്ട്രേറ്റും നിലപാട് എടുക്കുകയായിരുന്നു. പലതവണ ഈ വാദത്തിലുടനീളം ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി തയ്യാറായില്ല. ഇപ്പോൾ ഇത് ചേംബറിലും കണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇപ്പോഴത്തെ പ്രാഥമിക ഘട്ടത്തിൽ ഈ കേസിൽ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കോടതി എത്തി. അതല്ലാതെ തന്നെ വാദങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിധിയാകും അല്പസമയത്തിനകം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പ്രധാനമായിട്ടും ഈ സമൂഹത്തിലെ ഒരു പ്രമുഖ വ്യക്തി ആയതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉടനടി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, അറസ്റ്റ് ഒഴിവാക്കാമായിരുന്നു, എന്നിട്ടും അറസ്റ്റ് ചെയ്തു എന്ന് പ്രതിഭാഗം പറഞ്ഞു. ഇതിനെ പ്രോസിക്യൂഷൻ വാദിച്ചത് വലിയ പണവും സ്വാധീനമുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒളിവിൽ പോകാനും വിദേശത്തേക്ക് കടക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകി വിളിപ്പിക്കാതെ തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ജാമ്യം നൽകണം. ഈ മൊബൈൽ ഫോൺ അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനായി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഇനിയിപ്പോൾ തെളിവുകളൊന്നും കണ്ടെത്തേണ്ടതില്ല, അതുകൊണ്ട് ജാമ്യം നൽകണം എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം മോശം കമന്റുകൾ ഇടുന്നവർക്കുള്ള പ്രോത്സാഹനമായി മാറുമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. വിനീത, തീർച്ചയായും ഏതായാലും ബോബി ചെമ്മണ്ണൂർ ജയിലിനകത്താകുമോ, അകത്തേക്കോ പുറത്തേക്കോ എന്ന് നമുക്കറിയണം. ജാമ്യം നൽകുമോ എന്ന് കോടതിയിൽ നിന്ന് വിധി വരാനിരിക്കുകയാണ്. സൈഫുന്നീസയിലേക്ക് നമുക്ക് വിധി വരുന്ന മുറയ്ക്ക് തിരിച്ചെത്തുകയും ചെയ്യണം. ഏതായാലും വാദപ്രതിവാദങ്ങളുടെ വിശദാംശങ്ങളാണ് എറണാകുളത്തെ കോടതിയിൽ നിന്ന് സൈഫുന്നീസ അലിയാർ നൽകിയത്. ഏതായാലും